ഹലോ മനുഷ്യന്മാരെ, ഇന്നെൻ്റെ ലൈഫിൽ ഒരു നല്ല ഡേ ആണ്. കാരണം നമ്മുടെയൊക്കെ ലൈഫിൽ പല ആൾക്കാരും ടെമ്പററി റോൾസ് ചെയ്ത് വന്നു പോകാറുണ്ട്. വളരെ ചുരുക്കം ചില ആളുകളെ നമ്മുടെയൊക്കെ വേഴ്സ്റ്റ് ടൈമിൽ പോലും നമ്മുടെ ഒപ്പം നിൽക്കാറുള്ളൂ. അങ്ങനെ എൻ്റെ ലൈഫിൽ എൻ്റെ എല്ലാ അപ്സ് ആൻഡ് ഡൗൺസിലും എൻ്റെ വേഴ്സ്റ്റ് പോലും കണ്ടു നിന്ന് എൻ്റെ ഒപ്പം നിന്ന് സപ്പോർട്ട് ചെയ്തൊരു വ്യക്തിയാണ് സ്നേഹ. വേറെ പല സാഹചര്യങ്ങൾ, അതായത് ജോർജിയിൽ വന്നു കഴിഞ്ഞ് എനിക്ക് കിട്ടിയ കൂട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ അതിലൊരാൾ നെസ്റിനാണ്. രണ്ടുപേരുടെയും ബർത്ത്ഡേ നാളെയാണ്, October 20th. നെസ്റിൻ്റെ ഒപ്പം ഇന്നൊരു ബർത്ത്ഡേ ഫംഗ്ഷൻ ആഘോഷിക്കാനുള്ള ഒരു സിറ്റുവേഷൻ ഇല്ല, ചാൻസ് ഇല്ല. അത് ഞങ്ങൾ വേറെ ദിവസത്തേക്ക് പോസ്റ്റ്പോൺ ചെയ്തിട്ടുണ്ട്. സ്നേഹയുടെ ബർത്ത്ഡേ എന്നൊരു ചെറിയ രീതിയിൽ ഇവിടെ ആഘോഷിക്കുന്നുണ്ട്. പുള്ളിക്കാരി ഞാനും സെയിം അപ്പാർട്ട്മെൻ്റ് ആണ്. ഞങ്ങളപ്പോൾ ഒന്നിച്ചായതുകൊണ്ട് ഒരു സർപ്രൈസ് അറേഞ്ചിനുള്ള ഗ്യാപ്പൊന്നും എനിക്ക് പുള്ളിക്കാരി തരില്ല, അല്ലെങ്കിൽ തൂക്കും, എന്നെ കണ്ടുപിടിക്കും. പക്ഷേ എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ഈ ഒരു ചെറിയ ടൈം ലൈനിൽ എനിക്ക് ചെറിയൊരു പാർട്ടിയൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഞാൻ ഫുൾ അതിൻ്റെ ഓട്ടത്തിലായിരുന്നു. അതിൻ്റെ അറേഞ്ച്മെൻറ്റ്സ് ആയി കാണുന്നതൊക്കെ കേക്കും പിന്നെ സ്നേഹയുടെ പപ്പയും അമ്മയും ഗിഫ്റ്റ് ചെയ്ത ഡോളാണ് ആയിരിക്കുന്നത്. അതൊക്കെ അറേഞ്ച് ചെയ്തു ഞാൻ. അവൾ വരുമ്പോഴത്തേക്ക് ഇവിടുത്തെ ഡെക്കറേഷൻസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്യണം, പിന്നെ ഫുഡ് വെക്കണം. പിന്നെ ഞങ്ങളുടെ ഫ്രണ്ട്സ് 3-4 പേര് വരുന്നുണ്ട്, അത് പുള്ളിക്കാർക്ക് അറിയില്ല, അവർ വരുന്നുണ്ട്. അങ്ങനെ കുറച്ച് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഞങ്ങളിങ്ങനെ സ്നേഹയ്ക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ്. ഇതാണ്ട് ഇവിടെ ഇരിപ്പുണ്ട്, ബാക്കി എല്ലാവരും ഇരിപ്പുണ്ട്. പറ നിങ്ങൾ എക്സൈറ്റഡ് അല്ലേ? വെരി മച്ച് എക്സൈറ്റഡ്. ഞങ്ങൾ ഇവര് വന്നിട്ടുണ്ടെന്ന് സ്നേഹയ്ക്ക് അറിയത്തില്ല. അപ്പൊ അവരിതോ അവിടെ ഒളിച്ചു നിൽക്കും. ഒളിച്ചു നിൽക്കുവാണ്. സ്നേഹ വരുമ്പോൾ ഡയറക്റ്റ് റൂമിൽ പോയി ഞങ്ങൾ മേടിച്ച ഡ്രസ്സ് മാറിയിട്ട് സ്നേഹ വരും. അത് കഴിഞ്ഞിട്ട് ഇവരുണ്ടെന്ന് കാണിക്കത്തോളൂ. നീ ഞാൻ ഒരുക്കിയതൊന്നും നോക്കരുത്, നീ ആദ്യം ഡ്രസ്സ് മാറിയിട്ടേ വരാവൂ. ഞാൻ ഒരുക്കി. ഇത് എന്റെ കൂട്ടുകാരി കൃഷ്ണ. ഹായ്. ഇത് എനിക്ക് പറഞ്ഞ വഴിക്ക് ഒരു ഹൊറർ അനുഭവം ഉണ്ടായി. പറയല്ലേ ഇപ്പോഴേ പറയല്ലേ, കഷ്ടമുണ്ട്, അത് മൂടങ്ങ് പോകും. കയറി. ഓക്കെ, വേണ്ട ഡ്രസ്സ് ഇവിടെ എടുത്തിട്ടുണ്ട്. സ്നേഹ ഹായ് പറ. സ്നേഹയുടെ ബർത്ത്ഡേ ആണ് ഗൈസ്. ഗൈസ് സ്നേഹയുടെ ബർത്ത്ഡേ ഔട്ട്ഫിറ്റ് ഒക്കെ ഇട്ടിരിക്കുന്നു. കുഴപ്പമില്ല, നോക്ക് കിട്ടും, നോക്ക് ഡ്രസ്. Happy birthday to you. Happy birthday to you. Happy birthday to you. Happy birthday to you. Cheers. Cheers. ഞങ്ങളങ്ങനെ ഫുഡ് കഴിക്കാതിരിക്കുകയാണ്. ചിക്കൻ കറി കണ്ടോ, ഞാൻ വെച്ച ചിക്കൻ കറി, ചോറ്, സാലഡ്. സ്നേഹ കഴിക്കും. സ്നേഹ ഫുഡ് എങ്ങനെ ഉണ്ടെന്ന് കഴിച്ചിട്ട് പറയണം. എങ്ങനെ ഉണ്ടായിരുന്നു സർപ്രൈസ്? ആയിരുന്നു. ഞാൻ പ്രതീക്ഷിച്ചില്ല, ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഞാൻ ഇവിടെ അലങ്കരിക്കുമെന്ന് അറിയായിരുന്നു. ഈ കേക്ക് ഇത് ഞാൻ പ്രതീക്ഷിച്ചില്ല, ഇത്രയും ഇത് പ്രതീക്ഷിച്ചില്ല. ഈ മൊത്തം സെറ്റ് ഞാൻ ഫുള്ള് അവരെ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഭയങ്കര ഇതായിപ്പോയി. ഇത് പപ്പയും മമ്മിയും കൊടുത്തിട്ടാ? അതൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല. ഇതിൽ വേറെ സർപ്രൈസ് ഞാൻ തന്നു. അത് വല്ലാത്തൊരു സർപ്രൈസ് ആയിരുന്നു. അത് ഞാൻ ഞെട്ടി തരിച്ച് കരഞ്ഞു. അത് സീൻ സർപ്രൈസ് ആയിരുന്നു. അതാണ് എൻ്റെ ഫേവറേറ്റ്. ഓക്കെ ബൈ, ഹാപ്പി ബർത്ത്ഡേ കുട്ടാ. ബൈ. ഇന്നത്തെ കഥയ്ക്ക്